Welcome all. I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. Today's session we are trying to discuss about another question on Hungarian method. That is Hungarian method solution of assignment problem part 2. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിനകത്ത് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിനെ ഹംഗറിയൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു പ്രോബ്ലത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കൺസിഡർ സിറ്റുവേഷൻ. A department of a company has 5 employees with 5 jobs to be performed. The time in hours that each man takes to perform each job is given in the effectiveness matrix. How should the jobs to be allocated? 1 per employee so as to minimize the total man hours. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സിറ്റുവേഷൻ ആണെന്നിരിക്കുന്നത് അല്ലേ? ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിക്ക് 5 ജോലിക്കാരുണ്ട്, 5 എംപ്ലോയീസ് ഉണ്ട്. ഓൾസോ 5 ജോബ്സ് ആർ ദെയർ ടു ബി പെർഫോം. ദ ടൈം ഇൻ അവേഴ്സ് ഈച്ച് മാൻ ടേക്സ് ടു പെർഫോം ഈച്ച് ജോബ് ഈസ് ഗിവൺ ഇൻ ദ എഫക്റ്റീവ്നെസ് മെട്രിക്സ്. തന്നിരിക്കുന്ന മെട്രിക്സിനകത്ത് എന്താ ആ ടേബിൾ തന്നെ ഉദ്ദേശിക്കുന്നത്. തന്നിരിക്കുന്ന മെട്രിക്സിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോ എംപ്ലോയിയും ഓരോ ജോബും പെർഫോം ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. How should the job be allocated? 1 per employee so as to minimize the total man hours. ജോബ്സ് നമുക്ക് അലോക്കേറ്റ് ചെയ്യണം, 5 ജോബ്സ് നമുക്ക് അലോക്കേറ്റ് ചെയ്യണം. എങ്ങനെ? 1 പെർ എംപ്ലോയി, ഒരാൾക്ക് ഒരു ജോബ് എന്ന രീതിയിൽ അലോക്കേറ്റ് ചെയ്യണം. സോ ആസ് ടു മിനിമൈസ് ദ ടോട്ടൽ മാൻ അവേഴ്സ്. അവിടുത്തെ ടൈം ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഏറ്റവും മിനിമം ടൈമിനുള്ളിൽ, ഏറ്റവും മിനിമം മാൻ അവേഴ്സിനുള്ളിൽ ആ ജോബ് പെർഫോം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ എപ്രകാരം നമുക്ക് ജോബ്സിനെ എംപ്ലോയീസിലുമായിട്ട് അലോട്ട് ചെയ്യാമെന്നാണ് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എഫക്റ്റീവ്നെസ് മെട്രിക്സ് ഒന്ന് നോക്കുക. ഇവിടെ 5 ജോബ്സ് ABCDE 5 ജോബ്സും ഉണ്ട്. എന്താണ്? 5 എംപ്ലോയീസ് 1 2 3 4 and 5. ആ ഓരോ എംപ്ലോയീസും ആ 5 ജോബ്സും പെർഫോം ചെയ്തെടുക്കുന്ന സമയത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് നമ്മളുടെ അസൈൻമെൻറ്റ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ടേബിളായിട്ട് റോയും കോളം തന്നിട്ടില്ലെന്നേ ഉള്ളൂ. ആ റോയും കോളം സ്പ്ലിറ്റ് തന്നിട്ടില്ലെന്നേ ഉള്ളൂ. റോസും കോളംസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത് അല്ലേ? നമ്മൾ സാധാരണ പോലെ എന്ത് ചെയ്യുന്നു? ഹംഗറിയൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഹംഗറിയൻ മെത്തേഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ തന്നിരിക്കുന്ന അസൈൻമെൻറ്റ് ടേബിൾ എന്ന് പറയുന്നത് എന്താണോ നോക്കുക, ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുക. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണോ നോക്കുക അല്ലേ? തന്നിരിക്കുന്ന അസൈൻമെൻറ്റ് മെട്രിക്സിനെ സംബന്ധിച്ച് there are 5 rows and 5 columns, hence the given assignment table is a balanced table. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ടേബിളിനകത്തെ റോ വൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യാൻ പോകുന്നു. ഓരോ റോയിലെയും ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റിനെ കണ്ടെത്തിയതിന് ശേഷം അത് ആ റോയിലെ എല്ലാ എലമെൻറ്റ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് റോയിലെ ഏറ്റവും സ്മോളസ്റ്റ് എലമെൻറ്റ് ഏതാണ്? ഇറ്റ് ഈസ് 5. ദെർഫോർ ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 5നെ സബ്ട്രാക്ട് ചെയ്യുന്നു. ദെർഫോർ 10 - 5 ഇറ്റ് ഈസ് 5. ഞാൻ നേരിട്ടങ്ങ് എഴുതുകയാണ്. എഴുതുന്ന പ്രൊസീജിയറാണ്. ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തതിന് ശേഷം നേരിട്ട് ഞാനങ്ങ് എഴുതും. നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഈ തന്നിട്ടുള്ള മെട്രിക്സ് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക? രണ്ടാമത് ഞാൻ അത്രയും സമയം ഞാൻ കളയുന്നില്ല. ഈ മെട്രിക്സ് എടുത്തെഴുതിയ സമയം കളയുന്നത് കുറച്ച് വലിയ മെട്രിക്സ് ആയതുകൊണ്ട്. സോ എന്ത് ചെയ്യുക? ഈ മെട്രിക്സ് എടുത്തെഴുതിയതിന് ശേഷം സബ്ട്രാക്ഷൻ പ്ലസ് സെക്കൻഡ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യും. സോ 10 - 5 is 5, 5 - 5 is 0, 13 - 5 is 8, 15 - 5 is 10 and 16 - 5 is 11. Again for the second row the smallest element is 3. Therefore 3 - 3 is 0, 9 - 3 is 6, 18 - 3 is 15, 13 - 3 is 10, 6 - 3 is 3. Again for the third row the smallest element is 2. Therefore 10 - 2 is 8, 7 - 2 is 5, again 0 0 0. And the fourth row the smallest element is 7. Therefore 0 4 2 0 5. Again for the fifth row the smallest element is 4. Therefore 3 5 6 0 8. So നമുക്ക് നമ്മളുടെ സെക്കൻഡ് അസൈൻമെൻറ്റ് ടേബിൾ നമുക്ക് മോഡിഫൈ ചെയ്ത് കിട്ടി. ഇനി അടുത്ത അപ്പോൾ എന്ത് ചെയ്തിട്ട് നമുക്കത് കിട്ടിയത്? റോ വൈസ് ആയിട്ടുള്ള സബ്ട്രാക്ഷൻ നടത്തിയപ്പോൾ എന്ത് ചെയ്യണം? ഈ ടേബിളിനെ കോളം വൈസ് എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം പുതിയ അസൈൻമെൻറ്റ് ടേബിൾ എഴുതുക. ഇപ്പോൾ കോളം വൈസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളത്തിൽ 0 സ്മോളസ്റ്റ് എലമെൻറ്റ് ഏതാണ്? 0 ആണ്. ദെർഫോർ ആ കോളത്തിൽ എന്തുണ്ടാവുന്നില്ല? ചേഞ്ച് സംഭവിക്കുന്നത്. കാരണം എല്ലാ എലമെൻറ്റ്സിൽ നിന്ന് എന്താ സബ്ട്രാക്ട് ചെയ്യുന്നത്? 0 ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ 0 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. ദെർഫോർ ഫസ്റ്റ് കോളം നമുക്ക് വ്യത്യാസമില്ലാതെ തന്നെ എഴുതാം.
വാട്ട് അബൌട്ട് ദ സെക്കൻഡ് കോളം? സെക്കൻഡ് കോളത്തിൽ അത് സീറോയുടെ പ്രസൻസ് ഉണ്ട്, therefore അതും ചേഞ്ച് ഒന്നുമില്ല, അൺചേഞ്ച്ഡ് ആയിട്ട് നമുക്ക് എഴുതാം. സിമിലർലി തേർഡ് കോളത്തിലും ഫോർത്ത് കോളത്തിലും ഫിഫ്ത്ത് കോളത്തിലും സ്മോളസ്റ്റ് എലമെന്റ് എന്ത് തന്നെയാണ്? സീറോ ആണ്. അതും എന്ത് ചെയ്യാം? നമുക്ക് മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അതിനെയും റീപ്ലേസ് ചെയ്യാം. സോ ഇതായിരുന്നു നമ്മളുടെ കോളം വൈസുള്ള സബ്ട്രാക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ അസൈൻമെന്റ് ടേബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മളടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മളുടെ അനാലിസിസ് നടത്താൻ പോകുന്നു. റോ വൈസുള്ള അനാലിസിസ് നടത്തി അസൈൻമെന്റുകളെ അസൈൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് റോയിൽ ഒരു സീറോ ഉണ്ട്. ചിലപ്പോൾ ആ സീറോ നമ്മൾ എന്ത് ചെയ്യുന്നു? അസൈൻ ചെയ്യുന്നു. ചിലപ്പോൾ അത് നമ്മൾ സ്ക്വയറിനകത്താക്കി ആ റോ വൈസുള്ള അനാലിസിസിലാണ് ബ്രാക്കറ്റ് അസൈൻ ചെയ്ത്. ചിലപ്പോൾ കോളത്തിൽ വേറെ സീറോ ഉണ്ടോ നോക്കുന്നു, ഇല്ല. ചിലപ്പോൾ ക്രോസിങ് ഇവിടെ പോസിബിൾ അല്ല. സെക്കൻഡ് റോ നോക്കുമ്പോൾ സെക്കൻഡ് റോയിൽ എന്തുണ്ട്? അവിടെയും ഒരു സിംഗിൾ സീറോയുടെ പ്രസൻസ് ഉണ്ട്. ചിലപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ബോക്സിനകത്താക്കാം. ആ സീറോ നമ്മൾ സ്ക്വയർ ബോക്സിനകത്താക്കിയ സീറോ ഉൾപ്പെട്ട കോളത്തിൽ മറ്റൊരു സീറോയുടെ പ്രസൻസ് നമ്മൾ കണ്ടു. നമ്മൾ എന്ത് ചെയ്തു? അതിനെ ക്രോസ് ചെയ്തു. അഗെയിൻ തേർഡ് റോ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ സിംഗിൾ സീറോയുടെ പ്രസൻസ് അല്ല, ഒന്നിൽ കൂടുതൽ സീറോ ഉണ്ട്. ചിലപ്പോൾ അത് നമുക്ക് തൽക്കാലം എന്ത് ചെയ്യുന്നു? സ്കിപ്പ് ചെയ്യുന്നു. അഗെയിൻ ഫോർത്ത് റോ നമ്മൾ നോക്കുമ്പോൾ ഫോർത്ത് റോയിൽ അഗെയിൻ ക്രോസ് ചെയ്യപ്പെടാത്തതും സ്ക്വയർ ഒന്നും ഇല്ലാത്തതുമായിട്ടുള്ള സിംഗിൾ സീറോയുടെ പ്രസൻസ് കണ്ടു. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്രോസ് ചെയ്ത സീറോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട? നോക്കേണ്ട ആവശ്യമില്ല. അഗെയിൻ അവിടെ നമ്മൾ ക്രോസ് ചെയ്യാത്തതായ സീറോ എന്താക്കി? സ്ക്വയർ ബോക്സിനകത്താക്കി. ആ കോളത്തിൽ മറ്റ് രണ്ട് സീറോസിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു, അവയെ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. ഇനി ഫിഫ്ത്ത് റോ നോക്കുമ്പോൾ ഫിഫ്ത്ത് റോയിൽ എന്തില്ല? സീറോ വേറെ ക്രോസ് ചെയ്യാത്തതോ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആക്കാത്തതുമായ സ്ക്വയർ ബോക്സിനകത്ത് ആക്കാത്തതായ സീറോസ് ഒന്നും തന്നെ ഇല്ല. ചിലപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു? സ്കിപ്പ് ചെയ്തു. അപ്പോൾ റോ വൈസ് അനാലിസിസ് കഴിഞ്ഞു. നെക്സ്റ്റ് കോളം വൈസ് നോക്കുമ്പോൾ ഫസ്റ്റ് കോളത്തിനകത്ത് ബാക്കി റിമൈനിങ് ആയിട്ടുള്ള സീറോസ് ഒന്നുമില്ല. സെക്കൻഡ് കോളത്തിൽ റിമൈനിങ് സീറോസ് ഒന്നുമില്ല. തേർഡ് കോളത്തിൽ നോക്കുമ്പോൾ മൂന്നാമത്തെ കോളത്തിൽ മൂന്നാമത്തെ പൊസിഷനിൽ ഒരു സീറോ വിത്തൗട്ട് ഹാവിങ് ഇൻ എ സ്ക്വയർ ബ്രാക്കറ്റ് ഓർ ക്രോസിംഗ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ എന്ത് ചെയ്തു? സ്ക്വയർ ബോക്സിനകത്താക്കി. തേർഡ് കോളം വൈസ് അനാലിസിസ് ആയിരുന്നു. ചിലപ്പോൾ ആ സീറോ ഉൾപ്പെടുന്ന റോയെ നോക്കുമ്പോൾ അവിടെ വെട്ടാത്ത ക്രോസ് ചെയ്യാത്ത സീറോ ഉണ്ട്. അപ്പോൾ ആ സീറോ ഞാൻ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. എങ്കിൽ ഫോർത്ത് കോളത്തിന് റിമൈനിങ് സീറോസ് ഒന്നുമില്ല. ഫിഫ്ത്ത് കോളത്തിലും റിമൈനിങ് സീറോസ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്നും കൂടെ ഒരു പ്രാവശ്യം കൊണ്ട് എന്ത് ചെയ്യുക? ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് റോയിൽ അസൈൻമെൻറ്റ് വന്നു കഴിഞ്ഞു. സെക്കൻഡ് റോയിൽ അസൈൻമെൻറ്റ് വന്നു കഴിഞ്ഞു. വെട്ടാത്തതോ ബോക്സിനകത്ത് അല്ലാത്തതായ സീറോസ് ഒന്നും ഇല്ല. എഗെയിൻ തേർഡ് റോയിലും ക്രോസ് ചെയ്യാത്തതോ ബോക്സിനകത്ത് ആകാത്തതായ സീറോസ് ഒന്നും ഇല്ല. എഗെയിൻ ഫിഫ്ത്ത് റോയിലും സീറോസ് റിമൈനിങ് ഒന്നുമില്ല. ഫിഫ്ത്ത് റോയിലും ഇനി ഫോർത്തിലും ഫിഫ്ത്തിലും എന്തില്ല? റിമൈനിങ് സീറോസ് ഒന്നുമില്ല. സിമിലർലി ഒരു കോളത്തിൽ നിന്ന് എന്തില്ല? റിമൈനിങ് ആയിട്ടുള്ള സീറോസ് ഒന്നും തന്നെ ബാക്കിയില്ല. അപ്പോൾ ആ സെക്കൻഡ് വാല്യൂഷൻ്റെ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സീറോസിൻ്റെ എണ്ണം എടുക്കാം. അപ്പം സീറോസിൻ്റെ എണ്ണം നോക്കുമ്പോഴത്തേക്കും നമ്മൾ ടോട്ടൽ എത്ര സീറോസ് നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള എത്ര സീറോസ് ആണത്? 1 2 3 4 സീറോസിനാണ് അല്ലെങ്കിൽ 4 പൊസിഷൻസിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അസൈൻ ചെയ്തിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു പ്രോബ്ലത്തിൽ എത്ര റോസും എത്ര കോളംസും ഉണ്ട്? ദ നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു 5 ആൻഡ് ദ നമ്പർ ഓഫ് കോളംസ് ഇസ് ഈക്വൽ ടു 5. Hence we can say that the number of columns equal to number of columns which is not equal to the number of zeros assigned. നമ്മളുടെ റോകളുടെയും കോളത്തിൻ്റെയും എണ്ണങ്ങളോട് ഈക്വൽ അല്ല എന്ത് അസൈൻ ചെയ്ത സീറോകളുടെ എണ്ണം. സോ നമുക്ക് പറയാം ഈ അസൈൻമെൻറ്റ് പ്രോബ്ലം ഈ ഹംഗേറിയൻ മെത്തേഡ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി ഇനി ഒരു സീറോയും കൂടെ അസൈൻ ചെയ്യാനുണ്ട്. ആ സീറോ ഏത് പൊസിഷനിലാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഹംഗേറിയൻ മെത്തേഡ് ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് സെക്കൻഡ് സ്റ്റേജിൽ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോലെ മോഡിഫൈ ആയിട്ടുള്ള ഈ കിട്ടിയ സൊല്യൂഷൻ ഈ ഇനിഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഒന്നും കൂടെ എന്ത് ചെയ്യുന്നു? നമ്മളത് മോഡിഫൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏത് റോയിലാണ് അസൈൻമെൻറ്റ് ഇല്ലാത്തത്. അതായത് ഇവിടെ ഫസ്റ്റ് റോയിൽ അസൈൻമെൻ്റ് ഉണ്ട്. അതായത് ഫസ്റ്റ് ജോബിനെ എനിക്ക് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ജോബിനെ സെക്കൻഡ് വർക്കറിനെ അസൈൻ ചെയ്തു. ബി എന്ന് പറയുന്ന ജോബിനെ ഫസ്റ്റ് എംപ്ലോയിക്കിന് അസൈൻ ചെയ്തു. സി എന്ന് പറയുന്ന ജോബിനെ തേർഡ് എംപ്ലോയിക്കിന് അസൈൻ ചെയ്തു. ഡി എന്ന് പറയുന്ന ജോബിനെ ഫോർത്ത് എംപ്ലോയിക്കിന് അസൈൻ ചെയ്തു. ബട്ട് സെയിം ടൈം
ഈ എന്ന് പറയുന്ന ജോബിനെ എന്ത് നടത്തിയിട്ടില്ല? അസൈൻമെന്റ് നടത്തിയിട്ടില്ല അല്ലേ? സോ ആ ജോബ് അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ഞാൻ എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു. ഇനി ഈ റോയിൽ സീറോകളുടെ പ്രസൻസ്, ക്രോസ് ചെയ്യപ്പെട്ട സീറോകൾ ഉണ്ടെങ്കിൽ ആ കോളങ്ങൾ, ആ സീറോ വരുന്ന കോളത്തിന് എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു. സോ ഞാൻ എന്ത് ചെയ്തത്? അസൈൻമെന്റ് ഇല്ലാത്ത, അതായത് ബോക്സിൽ, സ്ക്വയർ ബോക്സിനകത്ത് സീറോ വരാത്ത റോയെ ഞാൻ എന്ത് ചെയ്തു? ടിക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്തു? ആ റോയിൽ എവിടെയാണോ സീറോ, ക്രോസ് ചെയ്ത സീറോ ഉള്ളത്, ആ സീറോ വരുന്ന കോളത്തിനെ ഞാൻ എന്ത് ചെയ്തു? ടിക്ക് ചെയ്തു. ഇനി ഈ ടിക്ക് ചെയ്ത കോളത്തിൽ അസൈൻ ചെയ്ത സീറോ എവിടെയാണോ ഉള്ളത്, ആ സീറോ വരുന്ന റോയെ ഞാൻ എന്ത് ചെയ്തു? ടിക്ക് ചെയ്തു. ഇനി ഈ അവസാനം എടുത്ത റോയിൽ അസൈൻ ചെയ്യാത്ത സീറോ എവിടെയാണുള്ളത്, ആ കോളത്തിന് എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. ഈ എടുത്ത കോളത്തിൽ അസൈൻ ചെയ്ത സീറോ എവിടെയാണുള്ളത്, ആ റോയെ ടിക്ക് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ജസ്റ്റ് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ആദ്യം പറയുമ്പോൾ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം. ഇങ്ങനെയാണല്ലോ നമുക്ക് കിടന്നിരുന്നത്. ഇപ്പം നമ്മൾ ഈ ടേബിളിൽ നിന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് ഹങ്കറിയൻ മെത്തേഡ് ഉപയോഗിച്ച് മോഡിഫൈ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ അസൈൻമെന്റ് ഇല്ലാത്ത റോയെ നോക്കുക. 5th റോയ്ക്കായിരുന്നു അസൈൻമെന്റ് ഇല്ലാത്ത, ആ റോയ്ക്ക് നേരെ ഞാൻ ടിക്ക് ചെയ്തു. ഇനി ആ റോയിൽ ക്രോസ് ചെയ്തിട്ടുള്ള സീറോ എവിടാ വരുന്നത് നോക്കുക. ഈ പൊസിഷനിലാണല്ലോ, 4th പൊസിഷനിൽ. 4th കോളത്തിനെ ഞാൻ ടിക്ക് ചെയ്തു. ഈ 4th കോളത്തിൽ ഏതൊക്കെ പൊസിഷനിലാണോ ബോക്സിലായിട്ടുള്ള സീറോ, അസൈൻ ചെയ്തിട്ടുള്ള സീറോ ഉള്ളത് നോക്കുക. ഈ 4th കോളത്തിൽ 4th പൊസിഷനിലാണ് അസൈൻഡ് സീറോ വന്നിട്ടുള്ളത്. ആ റോയെ, ദാറ്റ് ഈസ് 4th റോയെ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ടിക്ക് ചെയ്ത റോ ഏതാ? 4th റോ. 4th റോയിൽ അസൈൻ ചെയ്യാത്ത സീറോ അഥവാ ക്രോസ് ചെയ്തിട്ടുള്ള സീറോ വന്നിട്ടുള്ളത് എവിടെയാണ്? ഫസ്റ്റ് പൊസിഷൻ. ഫസ്റ്റ് കോളം എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. അഗെയിൻ ഈ ഫസ്റ്റ് കോളത്തിൽ ഏത് പൊസിഷനിലാണോ അസൈൻ ചെയ്തിട്ടുള്ള സീറോ വന്നിട്ടുള്ളത്, ആ റോയെ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഫസ്റ്റ് കോളത്തിൽ 2nd പൊസിഷനിലാണ് അസൈൻ ചെയ്തിട്ടുള്ള സീറോ വന്നിട്ടുള്ളത്. ഈ 2nd റോയെ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ഇനി ഈ 2nd റോയിൽ അസൈൻ ചെയ്യപ്പെടാത്ത സീറോ അഥവാ 2nd റോയിൽ ക്രോസ് ചെയ്യപ്പെട്ടുള്ള സീറോ ഉണ്ടോ എന്ന് നോക്കുക. അവിടെ ഉണ്ടോ? ഏതെങ്കിലും ഇല്ല. നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യാം? ടിക്കിംഗ് പ്രോസസ് അല്ലെങ്കിൽ ടാർഗറ്റിംഗ് പ്രോസസ് നമുക്ക് നിർത്താം. അതായത് നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ക്രോസ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അസൈൻമെന്റ് ഒന്നും തന്നെ വരാത്ത റോയെ ആദ്യം എടുത്തു. ആ റോയിൽ ക്രോസ് ചെയ്യപ്പെട്ട സീറോയ്ക്ക് നേരെയുള്ള കോളത്തിനെ ചൂസ് ചെയ്തു. ആ കോളത്തിൽ അസൈൻഡ് ആയിട്ടുള്ള സീറോ വരുന്ന റോയെ ചൂസ് ചെയ്തു. ആ റോയിൽ ക്രോസ് ചെയ്യപ്പെട്ടുള്ള കോളത്തിനെ ചൂസ് ചെയ്തു. ആ കോളത്തിൽ അസൈൻഡ് ആയിട്ടുള്ള സീറോ ഉള്ള റോയെ ചൂസ് ചെയ്തു. അതായത് ക്രോസ് ചെയ്യപ്പെട്ടുള്ള ക്രോസിംഗ് വരുന്ന സീറോസ് ഇൻക്ലൂഡ് ചെയ്യുന്ന കോളങ്ങളെയും അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോക്സ് വരുന്ന സീറോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോകളെ നമ്മൾ എന്ത് ചെയ്തു? ടിക്ക് ചെയ്യാണ് ചെയ്തു. മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ചെയ്തത് എന്താ? ആദ്യം നമ്മൾ അസൈൻമെന്റ് ഇല്ലാത്ത റോയെ നമ്മൾ എന്ത് ചെയ്തു? സെലക്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ആ റോയിൽ നിന്ന് തുടങ്ങി എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യപ്പെട്ടുള്ള സീറോ ഉള്ള ആ റോയിൽ ക്രോസ് ചെയ്യപ്പെട്ടുള്ള സീറോ ഉള്ള കോളത്തിനെ ടിക്ക് ചെയ്യുക. ആ കോളത്തിൽ ഇപ്പം ലാസ്റ്റ് ചൂസ് ചെയ്ത കോളം ഏതാണോ ആ കോളത്തിൽ ഏതുള്ളത് ബോക്സ് ഉള്ള സീറോ ഉള്ള റോയെ ടിക്ക് ചെയ്യുക. അവിടെ അവസാനം കിട്ടിയ റോകളിൽ ഒന്നിൽ കൂടുതൽ റോസ് കിട്ടാൻ റോ ഉണ്ടെങ്കിൽ ആ റോകളിൽ ക്രോസ് ചെയ്യപ്പെട്ട സീറോസ് ഉള്ള കോളങ്ങൾ ടിക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ അവസാനം കിട്ടിയ കോളങ്ങളിൽ സ്ക്വയർ ബോക്സ് ഉള്ള റോകൾ ടിക്ക് ചെയ്യുക. അത് ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്ക് എന്താവും? നിൽക്കും. ഇവിടെ ഇപ്പം നമ്മൾ ഈ 2nd റോ നമ്മൾ ടിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം കാണാൻ പറ്റും ഈ റോയിൽ വേറെ എന്തില്ല, മറ്റ് ക്രോസ് ചെയ്യപ്പെട്ട സീറോസ് ഇല്ല. ഹോഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യും? ഈ ടാർഗറ്റിംഗ് പ്രോസസ്സിന് നമ്മൾ ഓരോ റോയിൽ കോളം ടാർഗറ്റ് ചെയ്ത് ആ ടാർഗറ്റിംഗ് പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത്
ഇവിടെ ടിക്ക് ചെയ്യപ്പെട്ട കോളംസ് എലമെന്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു വര വരയ്ക്കുന്നു. ടിക്ക് ചെയ്യപ്പെട്ട 2 കോളംസ് ഉണ്ടായത് 2 എണ്ണം ടിക്ക്. ഇനി ടിക്ക് ചെയ്യാത്ത ടാർഗറ്റ് ചെയ്യാത്ത റോസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്ത് കളയും. അതായത് നമ്മൾ ആ ടാർഗറ്റിംഗ് പ്രോസസ് കഴിഞ്ഞതിന് ശേഷം ടാർഗറ്റ് ചെയ്യപ്പെട്ട കോളങ്ങളെയും ക്യാൻസൽ ചെയ്തു, ടാർഗറ്റ് ചെയ്യപ്പെടാത്ത റോകളെയും ക്യാൻസൽ ചെയ്തു. നമുക്ക് ഇങ്ങനൊരു ഫിഗർ കിട്ടും. ഈ വരകളുടെ പ്രത്യേകത എന്താ? ഈ വരകൾ നമ്മൾ നോക്കുമ്പോൾ ഈ നമ്മളുടെ അസൈൻമെൻറ്റ് ടേബിൾ, നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ച അസൈൻമെൻറ്റ് ടേബിളിൽ എവിടെയൊക്കെ സീറോ വന്നിട്ടുണ്ടോ ആ സീറോകളെ എല്ലാം ഈ വരകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജോയിൻ ചെയ്തിട്ടുണ്ട്. മിനിമം നമ്പർ ഓഫ് ലൈൻസ് ദാറ്റ് ആർ യൂസ്ഡ് ടു കണക്ട് ഓൾ ദ സീറോസ് ഇൻ ദ ലാസ്റ്റ് അസൈൻമെൻറ്റ് ടേബിൾ. അതാണ് നമ്മളിവിടെ ചെയ്തത്. അതായത് അവസാനം നമ്മൾ എഴുതിയ അസൈൻമെൻറ്റ് ടേബിളിനകത്തെ സീറോകളെ എല്ലാം അസൈൻ ചെയ്തതും ക്രോസ് ചെയ്തതുമായ എല്ലാ സീറോകളെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള മിനിമം നമ്പർ ഓഫ് ലൈൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മളിവിടെ നടത്തിയത്. ആ ടാർഗറ്റിംഗ് പ്രോസസ്സിനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ആ ലൈൻസ് നമ്മൾ വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈനുകൾ പാസ് ചെയ്യാത്ത എലമെൻസിനെ നോക്കുക. ഏതൊക്കെയാണ്? 6, 15, 3, 4, 2, 5, 5, 6, 8 അല്ലേ? ലൈൻ പാസ് ചെയ്യാത്ത ഇത്ര എലമെൻറ്റ്സാണ് അതുള്ളൂ. അതിൽ സ്മോളസ്റ്റ് എലമെൻറ്റ് ഏതാണ്? ഈസ് 2. ഈ 2 എന്ന് പറയുന്ന എലമെൻറ്റിനെ ഈ ലൈൻ പാസ് ചെയ്യാത്ത എല്ലാ എലമെൻറ്റ്സിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം. At the same time, this element 2 should be added with all the elements where there is an intersection of lines. അതായത് ഈ ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ്സ് ഉണ്ടല്ലോ, അവയോടുകൂടെ ഈ 2നെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ബാക്കിയുള്ളതൊന്നും ഒരു പൊസിഷൻ വ്യത്യാസമില്ല. അതായത് ഈ വര വീഴാത്ത എലമെന്റ്സിൽ ഏറ്റവും ചെറിയ എലമെന്റിനെ ഞാൻ എടുത്തു, അത് 2 ആണെന്ന് മനസ്സിലായി. ആ 2 എന്ന് പറയുന്ന എലമെന്റിനെ ഈ വരകളൊന്നും വര പാസ് ചെയ്തിട്ടില്ല, അതായത് ലൈൻസ് പാസ് ചെയ്തിട്ടില്ലാത്ത നമ്പേഴ്സിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതുകൂടാതെ ഈ ലൈൻസിന്റെ ഇന്റർസെക്ഷൻ വരുന്ന ജംഗ്ഷൻ വരുന്ന പോയിന്റ് കിടക്കുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, അവയോട് കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ആ ജംഗ്ഷനിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5, 10, 8, 0. ഈ 4 നമ്പേഴ്സിനോട് കൂടെയും എന്ത് ചെയ്യണം? ഈ 2 എന്ന് പറയുന്ന നമ്പറിനെ ആഡ് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം ബാക്കിയുള്ള ലൈൻസ് വീഴാത്ത നമ്പേഴ്സിൽ നിന്നെല്ലാം എന്ത് ചെയ്യണം? 2 എന്ന നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. Therefore, the new assignment table will become 5 + 2 7. ഈ ബാക്കിയുള്ള ലൈൻസ് വെറുതെ പാസ് ചെയ്തിട്ടുള്ള എലമെന്റ്സിനൊന്നും ഒരു വ്യത്യാസമില്ല. ഇറ്റ് ബിക്കം 0. അത് അതേപോലെ തന്നെ റീപ്ലേസ് ചെയ്യുക. 10 + 2 that is 12, 11, 0, 6 - 2 that is 4, here 15 - 2 13, 8 is 10, 3 - 2 is 1, 8 + 2 is 10, here it is 5, 0, 0 + 2 is 2, 0, 0, 4 - 2 is 2, 2 - 2 is 0, 0, 5 - 2 is 3, 3, 5 - 2 is 3, 6 - 2 is 4, 0, 8 - 2 is 6. സോ നമുക്ക് കിട്ടിയ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള സൊല്യൂഷനിൽ നിന്നും ഒന്ന് മോഡിഫൈ ചെയ്തെടുത്ത പുതിയ അസൈൻമെൻറ്റ് ടേബിളാണ് ഇത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പഴയ പ്രൊസീജിയർ, അതായത് സീറോകൾക്ക് അസൈൻ ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് റോ നോക്കുമ്പോൾ ഫസ്റ്റ് റോയിൽ സിംഗിൾ സീറോ ആണുള്ളത്. ആ സീറോയെ ഞാൻ സ്ക്വയർ ബോക്സിനകത്താക്കി. ആ കോളത്തിൽ മറ്റ് സീറോസ് ഒന്നുമില്ല. ദർഫോർ ക്രോസിങ് അവിടെ നമുക്ക് ഒഴിവാക്കാം. സെക്കൻഡ് റോയിൽ നോക്കുമ്പോൾ സെക്കൻഡ് റോയിൽ എന്തുണ്ട്? അവിടെയും ഒരു സിംഗിൾ സീറോ ഉണ്ട്. ദർഫോർ അതിനെയും ഞാൻ എന്താക്കി? സ്ക്വയർ ബോക്സിനകത്ത് ഇൻസേർട്ട് ചെയ്തു. ആ കോളത്തിൽ ആ സീറോ വരുന്ന പൊസിഷനിലുള്ള കോളത്തിൽ എന്തുണ്ട്? ഒരു സീറോയുടെ എക്സ്ട്രാ പ്രസൻസ് ഉണ്ട്. തന്നെ ഞാൻ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. അപ്പോൾ അത് ക്രോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഓൾറെഡി ഞാൻ ആ സെക്കൻഡ് ജോബ് ബി എന്ന് പറയുന്ന ജോബിനെ ഫസ്റ്റ് പേഴ്സൺ അലോട്ട് ചെയ്ത് കഴിഞ്ഞു. 1 to 1 ആണ് നമുക്ക് വേണ്ടത്. ഒരു ജോബ് ഒരു പേഴ്സൺ അല്ലേ? അപ്പോൾ ജോബ് ബിയെ ഞാൻ ഫസ്റ്റ് എംപ്ലോയിക്ക് അലോട്ട് ചെയ്ത് കൊടുത്ത സ്ഥിതിക്ക് ഇനി മറ്റൊരു ജോബ് ആ എംപ്ലോയിക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ആ
ജോബ് എന്ത് ചെയ്ത് ക്രോസ് ചെയ്ത് കളഞ്ഞു. ആ പൊസിഷൻ എന്ത് ചെയ്തു ക്രോസ് ചെയ്ത് കളഞ്ഞു. എഗെയിൻ തേർഡ് റോ നോക്കുമ്പോൾ തേർഡ് റോയിൽ ഒന്നിൽ കൂടുതൽ സീറോയുടെ പ്രസൻസ്. സോ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്ന ആ റോയെ നമ്മൾ ആ അനാലിസിസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. ഫോർത്ത് റോയിലും ഒന്നിൽ കൂടുതൽ സീറോയുടെ പ്രസൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു ആ അനാലിസിസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. എഗെയിൻ ഫിഫ്ത്ത് റോയിൽ സിംഗിൾ സീറോ ആണുള്ളത്. കാരണം ആ പൊസിഷനെ ഞാൻ ടാർഗറ്റ് ചെയ്തു, സ്ക്വയർ ബോക്സിനകത്താക്കി ആ കോളത്തിൽ മറ്റൊരു സീറോ ഉള്ളത് ഞാൻ എന്ത് ചെയ്തു ക്രോസ് ചെയ്തു. സോ റോ വൈസിൽ അനാലിസിസ് കഴിഞ്ഞു. എഗെയിൻ കോളം വൈസ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് കോളത്തിന് റിമൈനിങ് സീറോസ് ഇല്ല, സെക്കൻഡ് കോളത്തിന് റിമൈനിങ് സീറോസ് ഇല്ല, തേർഡ് കോളം നോക്കുമ്പോൾ അവിടെ 2 സീറോസിൻ്റെ പ്രസൻസ് ഉണ്ട്. ആ സിംഗിൾ സീറോ ഇല്ലാത്തതുകൊണ്ട് കോളം വൈസ് അനാലിസിസ് ഞാൻ മാറ്റി വെച്ചു. എഗെയിൻ ഫോർത്ത് കോളത്തിൽ ഇനി എന്തില്ല, റിമൈനിങ് സീറോസ് ഇല്ല. ഫിഫ്ത്ത് കോളത്തിൽ എന്തുണ്ട്, സിംഗിൾ സീറോയുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഫിഫ്ത്ത് കോളത്തിൽ ആ സീറോ ഞാൻ എന്ത് ചെയ്തു ബോക്സിനകത്താക്കി ആ കറസ്പോണ്ടിങ് റോയിൽ മറ്റൊരു സീറോ ആണ്. അതപ്പോൾ എന്ത് ചെയ്തു ആ സീറോ ഞാൻ ക്രോസ് ചെയ്തു. എഗെയിൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്, ഒരു വട്ടം കൂടെ എന്ത് ചെയ്യുക ഈ പ്രോസസ്സ് ഒന്ന് കണ്ടിന്യൂ. അതായത് സിംഗിൾ സീറോസ് ഇനിയും റിമെയിൻ ചെയ്യാനുള്ളത് ക്രോസിങ്ങും. അപ്പോൾ ഫസ്റ്റ് ടൈം അസൈൻമെൻറ്റും ക്രോസിങ് ആ അസൈൻമെൻറ്റിനോട് അനുബന്ധിച്ചുള്ള ക്രോസിങ്ങും കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് ചെയ്യാം ഒരു ഇവാലുവേഷൻ നടത്തണം. കാരണം ഇനിയും വേണമെങ്കിൽ എന്തുണ്ടാവാം ഒരു സിംഗിൾ സീറോയുടെ പ്രസൻസ് ആ ക്രോസിങ് അവിടെ നടക്കുന്നത് കൊണ്ട് ഒരു സിംഗിൾ സീറോയുടെ പ്രസൻസ് ആ ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ എവല്യൂഷൻ ഉണ്ടായേക്കാം. അതായത് 2 സീറോ കടന്ന സ്ഥാനത്ത് ഈ ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ ഒരു പക്ഷേ ക്രോസിങ് നടന്നിട്ട് എന്താവാം ആ 2 സീറോ കടന്ന സ്ഥാനത്ത് ഒരു സീറോ. അപ്പോൾ അതൊന്നും കൂടെ എന്ത് ചെയ്യുക ഈ സെയിം സിംഗിൾ സീറോയുടെ പ്രൊസീജിയർ എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് കറക്റ്റായിട്ട് എന്താ ബോക്സ് ചെയ്യാനായിട്ട് അസൈൻ ചെയ്യാനായിട്ട് സീറോസ് കിട്ടുന്നുണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് റോയിൽ ഒരു സീറോയേ ഉള്ളൂ, കോളത്തിൽ മറ്റ് സീറോസ് ഇല്ല. സെക്കൻഡ് റോയിൽ ഒരു സീറോയേ ഉള്ളൂ, കോളത്തിൽ മറ്റ് സീറോസ് ഇല്ല. തേർഡ് റോയിലും ഒരു സീറോയേ ഉള്ളൂ, കോളത്തിൽ മറ്റ് സീറോസ് ഇല്ല. ഫോർത്ത് റോയിൽ ഇനി എന്തുണ്ട്, ക്രോസ് ചെയ്യാത്തതും ബോക്സിൽ വരാത്തതുമായ ഒരു സീറോ ബാക്കിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റോയ്സ് ചെയ്തപ്പോൾ എന്തില്ലായിരുന്നു, ഇവിടെ ഒരു സീറോയിൽ ഒന്നിൽ കൂടുതൽ സീറോ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ആ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയത്. പക്ഷേ ഒരു പ്രാവശ്യം സിംഗിൾ സീറോയുടെ റോ വൈസും കോളം വൈസ് അനാലിസിസ് ഒരു വട്ടം കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ എന്ത് വന്നു, ഒരു സീറോ പ്രസൻസ് ബാക്കി വന്നു അല്ലേ. അപ്പോൾ ഇപ്പം നമുക്ക് ഫോർത്ത് റോയെ നോക്കുമ്പോൾ ഒരു സീറോയേ ഉള്ളു ബാക്കി. അപ്പോൾ സിംഗിൾ സീറോയുടെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് അസൈൻ ചെയ്യാം. ഇനി ആ കോളത്തിൽ നമുക്ക് ക്രോസ് ചെയ്യാണ്ട് സീറോസ് ഇല്ല. ഫിഫ്ത്ത് റോയിലും ബാക്കിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനൊരു സീറോയുടെ പ്രസൻസ്, ഇങ്ങനെ അസൈൻമെൻറ്റിൻ്റെ പ്രസൻസ് അവിടെ ബാക്കി നിൽക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വട്ടം കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പ്രൊസീജിയർ ഈ സിംഗിൾ സീറോയുടെ പ്രൊസീജിയർ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സീറോയുടെ പ്രസൻസ് ഇവിടെ വന്നു, ഫിഫ്ത്ത് റോയിലും സിംഗിൾ സീറോയുടെ പ്രസൻസ് വന്നു. കോളം വൈസ് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് റോയിൽ സീറോ ഉണ്ട്, സെക്കൻഡ് റോയിൽ അസൈൻമെൻ്റ് ഉണ്ട്, തേർഡ് റോയിൽ അസൈൻമെൻ്റ് ഉണ്ട്, ഫോർത്ത് റോ അസൈൻമെൻ്റ് ഉണ്ട്, ഫിഫ്ത്ത് റോ അസൈൻമെൻ്റ് ഉണ്ട്. സോ അവിടെ 2 വട്ടം അനാലിസിസ് നടത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താണെന്ന്. അവിടെ ഓൾമോസ്റ്റ് എല്ലാ സീറോസും എന്ത് ചെയ്തു, ഒന്നെങ്കിൽ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സീറോസിൻ്റെ എണ്ണം എടുക്കുക. സീറോസിൻ്റെ എണ്ണം എടുക്കുമ്പോൾ നമ്പർ ഓഫ് സീറോസ് അസൈൻഡ് എത്രയാണ്, 1 2 3 4 5. Number of zeros assigned is equal to 5, which is equal to the number of rows and equal to the number of columns. The number of rows ൻ്റെയും number of കോളങ്ങളുടെയും എണ്ണത്തിനോട് ഈക്വൽ ആണ് എന്ത്, അസൈൻ ചെയ്ത സീറോകളുടെ എണ്ണം. So we can wind up the Hungarian process with this assignment matrix. നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്നിട്ടുള്ള ലാസ്റ്റ് അസൈൻമെൻറ്റ് മെട്രിക്സ് ഉപയോഗിച്ച് നമ്മുടെ ഒറിജിനൽ അസൈൻമെൻറ്റുകൾ എന്തായാലും എഴുതണമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ഒറിജിനൽ അസൈൻമെൻറ്റ് ടേബിളിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ എഴുതിയില്ല സാരില്ല, ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ അസൈൻമെൻറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ അസൈൻമെൻറ്റ് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെയാണ് വരുന്നത്, ഇതിനകത്ത് നമുക്ക് ആ അസൈൻമെൻറ്റ് പ്രൊസീജിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ആ അസൈൻമെൻറ്റ് എങ്ങനെ നടക്കും എന്നുള്ളത്. നമുക്ക് ഒറിജിനൽ ടേബിൾ വേണമെന്നില്ല, ശരിയാണ്. അപ്പോൾ ഇവിടെ എത്ര ജോബ്സ് ഉണ്ടായിരുന്നു, A B C E. And എത്ര എംപ്ലോയീസ്, 1 2. സോ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത്, ഇതെന്തായിരുന്നു, ജോബ്സ്. ഇവിടെ നമുക്കൊന്നും കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഏത് ജോബ് ആർക്കാണ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ജോബ്സ് എംപ്ലോയീസ്. സോ ഫസ്റ്റ് ജോബ് എത്ര ജോബ്സ് ഉണ്ട്, A B C D E 5 ജോബുകളുണ്ട്.
എ എന്ന് പറയുന്ന ജോബ് ഏത് എംപ്ലോയിക്ക് അസൈൻ ചെയ്ത് കൊടുത്തത്? ടു സെക്കൻഡ് എംപ്ലോയി. ബി എന്ന് പറയുന്ന ജോബ് ടു ഫസ്റ്റ് എംപ്ലോയി. ജോബ് സി ഈസ് അസൈൻഡ് ടു ദ ഫിഫ്ത്ത് എംപ്ലോയി. ജോബ് ഡി ഈസ് അസൈൻഡ് ടു ദ തേർഡ് എംപ്ലോയി. ജോബ് ഇ ഈസ് അസൈൻഡ് ടു ദ ഫോർത്ത് എംപ്ലോയി. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സൊല്യൂഷനൊക്കെ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ തന്നിട്ടുള്ള 5 ജോബ്സ് ഈ 5 എംപ്ലോയീസിനായിട്ട് അസൈൻ ചെയ്ത് നമുക്ക് ഇപ്രകാരം കൊടുക്കാം. സോ ദാറ്റ് അവിടെ എടുക്കുന്ന ടോട്ടൽ മാൻ അവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ഹങ്കർ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് അസൈൻമെൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ നേരത്തെ പ്രോബ്ലം നമ്മളെ വ്യത്യാസം എന്താ? തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. ആ പ്രോബ്ലത്തെ സംബന്ധിച്ച് അവിടെ നമുക്ക് ഫസ്റ്റ് സബ്ട്രാക്ഷനും അനാലിസിസും കഴിഞ്ഞപ്പോൾ റോ വൈസ് ഉള്ള സബ്ട്രാക്ഷനും കോളം വൈസ് സബ്ട്രാക്ഷനും റോ വൈസ് അനാലിസിസും കോളം വൈസ് അനാലിസിസും കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് അസൈൻഡ് സീറോസ് എന്തിനോട് ഈക്വൽ ആണെന്ന് കിട്ടി? നമ്പർ ഓഫ് റോസിനോടും നമ്പർ ഓഫ് കോളംസിനോടും ഈക്വൽ ആണെന്ന് കിട്ടി. അറ്റ് ദ സെയിം ടൈം ഈ ഒരു കേസിൽ ഇവിടെ എന്തുകൊണ്ട് നമുക്ക് രണ്ടാമതൊരു മോഡിഫിക്കേഷൻ പ്രൊസീജിയറിലേക്ക് പോകേണ്ടി വന്നത്? നമ്മൾ ആ ഫസ്റ്റ് സബ്ട്രാക്ഷനും അനാലിസിസ് പ്രോസസ്സ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കിട്ടിയ നമ്പർ ഓഫ് സീറോസ് അസൈൻഡ് സീറോസിൻ്റെ എണ്ണം എന്തിനോട് ഈക്വൽ അല്ലായിരുന്നു? നമ്പർ ഓഫ് റോസിൻ്റെയും നമ്പർ ഓഫ് കോളംസിൻ്റെ എണ്ണത്തിനോട് ഈക്വൽ അല്ലായിരുന്നു. സോ അങ്ങനെ അവിടെ നമുക്ക് അങ്ങനൊരു ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല. ദ നമ്പർ ഓഫ് അസൈൻഡ് സീറോസ് ഷുഡ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്ന ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ട് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ പുതിയ അല്ലെങ്കിൽ മോഡിഫൈഡ് ആയിട്ടുള്ള മോഡിഫൈഡ് ആൻസറിലേക്ക് മോഡിഫൈഡ് സൊല്യൂഷനിലേക്ക് നമുക്ക് പോകേണ്ടി വന്നു. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു ടേബിളിനെ സംബന്ധിച്ച് ഈ ടേബിളിൽ അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷനെ സംബന്ധിച്ച് ഇവിടെ ഫസ്റ്റ് ജോബ് അസൈൻ ചെയ്തു, സെക്കൻഡ് ജോബ് അസൈൻ ചെയ്തു, തേർഡ് ജോബ് അസൈൻ ചെയ്തു, ഫോർത്ത് ജോബ് അസൈൻ ചെയ്തു, ഫിഫ്ത്ത് ജോബ് അസൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ അവിടെ ആ നമ്പറിനുള്ള വ്യത്യാസം, അതായത് നമ്പർ ഓഫ് അസൈൻഡ് സീറോസും നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസിൻ്റെ ആ ഇനീക്വാലിറ്റി കാണിക്കുന്നത് എന്താണ്? അവിടെ ഏതോ ഒരു ജോബ് അസൈൻ ചെയ്യാതെ കിടപ്പുണ്ടെന്ന് തന്നെ. അപ്പോൾ ആ കണ്ടീഷനായിട്ട് അങ്ങ് എഴുതിയേക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒറിജിനൽ അർത്ഥം എന്താണ്? ഏതോ ഒരു ജോബ് എന്ത് ചെയ്തിട്ടില്ല? കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണിലേക്ക് അസൈൻ ചെയ്തിട്ടില്ല. അങ്ങനെ അസൈൻ ചെയ്ത് വരുത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സൊല്യൂഷനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഇതാണെന്ന് പറയുന്നത് ഹങ്കർ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു പ്രോബ്ലത്തിന് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഇപ്രകാരമാണ്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് എന്താ പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ സെഷൻ നമ്മൾ ചെയ്തു. ഇത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ഉള്ള പ്രോബ്ലമാണ്. അത് വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഈ സീറോസിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്ന കേസിലുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഈ ലെക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് സ്റ്റെപ്സ് കറക്റ്റായിട്ടുള്ള ഹങ്കർ മെത്തേഡിൻ്റെ ഫുൾ സ്റ്റെപ്സ് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ അതും കൂടെ ഒന്ന് വായിച്ച് നോക്കി ഈ പ്രോബ്ലം എന്ത് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം ലെക്ചർ കണ്ടിട്ട് തന്നെ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് എനിക്ക് ലെക്ചർ നോട്ട്സ് ഹോം അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.